നീതു നീതു നീ സ്കൂളിൽ പോകാൻ റെഡിയായോ? സ്കൂളിൽ പോണ്ട അമ്മ. ഞാൻ പോവും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നാളെ നിന്നെ ഒരു കൂട്ടർ വിവാഹത്തിന് കാണാൻ വരുന്നുണ്ട്. സമ്മതിക്കില്ല പറ്റില്ല. എനിക്ക് നാളെ 2 കുട്ടികളുണ്ട്. അതെന്താ നീ ഓർക്കാതെ? അമ്മ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പഠിക്കണം. പറ്റില്ല നീതു, പറ്റില്ല അമ്മ. നീതുവിനെ കാണാൻ നാളെ ഒരു കൂട്ടർ വരും. ഞാൻ ടൗണിലേക്ക് പോവാണ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ. അമ്മ ഇതെന്താ പറയുന്നത്? അമ്മ ഇനി എന്ത് വേണമെന്ന് തീരുമാനിച്ച് ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോവാണ്. പറ്റില്ല. എന്ത് പറ്റി? എന്താ പ്രശ്നമുണ്ടല്ലോ? ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മൂടോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇല്ലടി ഒന്നുമില്ല. ഉണ്ട്, നീ പറയും. എന്തെടി നീ ഇത് പ്രശ്നം? എന്താ പ്രശ്നം? എന്തോ ഉണ്ട്, ഇവളൊന്നും പറയുന്നില്ല. എടി ഒന്നുമില്ല. ശരിക്കും എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. അതാണ് നീ പറയുന്നത്. വെറുതെ ഇവിടെ ഒന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പോകണ്ട. നിങ്ങളോടൊക്കെ പറയാൻ പറ്റിയ കാര്യമാണ് ഞാൻ പറയില്ലേ. ഇപ്പൊ ഞങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. എടാ അങ്ങനെ അല്ല. എന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നീ പറ, എന്താ പ്രശ്നം? അതെ, ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീതുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതു ക്ലാസ്സിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡള്ളാണ്. നീതു ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും അധികം സംസാരിക്കുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പം ഞാൻ നീതുവിനെ വിളിച്ച് നീതുവിൻ്റെ ഫ്രണ്ട്സ് നമുക്കൊരു ചെറിയ രീതിയിലൊരു അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നീതുവിന് നിങ്ങൾ വീട്ടിൽ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം നീതുവിനെ വിളിച്ചിവിടെ ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ആ വിവാഹം കഴിക്കേണ്ട പ്രായം ആയിട്ടില്ലല്ലോ. നമ്മൾ ആ വിവാഹം നടത്തേണ്ട ഒരു പ്രായം പക്വതയൊന്നും അവൾക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ. എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് 3 പെൺകുട്ടികളാണുള്ളത്. കുട്ടീൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷമായി. ഞാനാണ് അവരുടെ കുടുംബമൊക്കെ നോക്കുന്നത്. എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവൾക്ക് വന്നൊരു നല്ലൊരു പ്രപ്പോസലാണിത്. എനിക്ക് മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ഇവളുടെ കല്യാണമൊന്നും കഴിഞ്ഞാൽ എനിക്കത് എത്രയും സന്തോഷമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മുതിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കിലാണ് ഞാൻ. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം എനിക്ക് എന്തായാലും ഈ വിവാഹം നടത്തിയേ പറ്റും. വലിയൊരു അവസ്ഥയിൽ. അപ്പോൾ ഈ ബാക്കി കല്യാണത്തിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞോ? പെണ്ണ് കാണലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഏകദേശം ഞങ്ങൾ തീരുമാനിച്ച അവസ്ഥയിലേക്ക് എത്തിയോ? എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. പയ്യൻ്റെ വീട്ടിലെ കുട്ടിയുടെ പ്രായവും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർക്കും വില്ലിങ് ആണ്, അവരും തയ്യാറാണ് ഇതിന്. എൻ്റെ ഒരു അത്യാവശ്യമാണ് ഈ വിവാഹം നടത്തുക എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ ആവശ്യം എൻ്റെയാണ്. കുട്ടി പൂർണ്ണമായും അതിന് സപ്പോർട്ടീവ് അല്ലെങ്കിലും എനിക്കത് നടത്തിയേ പറ്റൂ എന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്.
അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഒരു സാഹചര്യം. കാരണം നിങ്ങളൊരു സിംഗിൾ മദറായിട്ട് 3 കുട്ടികളുടെയും ഈ ഒരു സാഹചര്യത്തിൽ 3 പെൺകുട്ടികളെ വളർത്തുക, അവരുടെ വിദ്യാഭ്യാസം, മറ്റ് ചെലവുകൾ നോക്കുക, അതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളെങ്കിലും നടത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ നിയമം അതിന് അനുവാദം തരുന്നില്ല. കാരണം നമുക്ക് 2006 ശൈശവ വിവാഹ നിരോധന നിയമം വന്നിട്ടുണ്ട്. ആ നിയമം പറയുന്നത് തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സുമാണ്. അപ്പം നമുക്ക് ഒരു കാരണവശാലും ആ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പെൺകുട്ടിയുടെ ഒരു 18 വയസ്സാവുന്നതിന് മുമ്പ് അവർക്ക് ഒരു തരത്തിലും ഒരു വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളോ മറ്റ് നിശ്ചയമോ കാര്യങ്ങളോ പറഞ്ഞു വെക്കലോ അതുപോലെ നമുക്ക് നടത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ നിയമം പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണ് എനിക്കത് പറയാൻ അറിയില്ല. ഞാൻ അത്രയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ മോളെയെങ്കിലും ഒന്ന് നല്ല രീതിക്ക് അയച്ചാൽ എനിക്ക് സമാധാനം കിട്ടും. എൻ്റെ ബാക്കി 2 മക്കളെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് മുതിരുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ. ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളൊരു സിംഗിൾ മദർ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ നീതുവിനെ സംബന്ധിച്ച് അവൾ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്, ആ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ആകുമ്പം ഇങ്ങനെ ഒരു കുട്ടിയുടെ നമ്മൾ ഭാവിയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. കാരണം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിട്ടും കുട്ടികൾക്കൊക്കെ നമുക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെടുകയാണ്. അതായത് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ളത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധമാണ് എന്നുള്ളത്. കാരണം അവർ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ നിയമം പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പം അവരുടെ വിദ്യാഭ്യാസം, വിനോദം അല്ലെങ്കിൽ വിശ്രമം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് 18 വയസ്സിൻ്റെ താഴെയുള്ള ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിട്ടും ഇതെല്ലാം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ആ ഒരു എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ലംഘനമല്ലേ അവിടെ നടക്കുന്നത്. അവൾ പഠിക്കട്ടെ, പഠിച്ച് നല്ലൊരു ജോലിയായ ശേഷം നിങ്ങൾ അവൾക്ക് താല്പര്യമുള്ള പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ വിവാഹം ചെയ്യുക, അതല്ലേ അതിൻ്റെ രീതി. അതല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ഒന്നാമത് കുട്ടിക്ക് അത്രയും പ്രായമായിട്ടില്ല, അതുകൂടാതെ തന്നെ അവൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും പക്വത എത്തിയിട്ടില്ല. കാരണം പണ്ട് കാലത്തൊക്കെ അപ്പം നമ്മൾക്ക് പല ചോദ്യങ്ങളും ഉണ്ടാവും. പണ്ട് കാലത്ത് ആളുകൾ ഈ പ്രായത്തിലല്ലേ കല്യാണം കഴിച്ചത് എന്നുള്ളത്. പക്ഷേ അന്നത്തെ കാലത്ത് മാതൃമരണങ്ങൾ കൂടുതലായിരുന്നു, അതുപോലെ ശിശുമരണങ്ങൾ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം കൂട്ടിയതും എല്ലാം കാരണം നമുക്ക് മാതൃമരണങ്ങളെ, ശിശുമരണങ്ങളെ എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ച, അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു 19 വയസ്സെങ്കിലും ആവണം അവരുടെ ഗർഭപാത്രമൊക്കെ പൂർണ്ണമായിട്ട് ഒരു വളർച്ചയിൽ എത്തണമെങ്കിൽ. അതിനുശേഷം നമ്മൾ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളില്ല. അതേസമയം മാനസികമായിട്ടാണെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് യാതൊരു മാനസിക പക്വത എത്താത്ത ഒരു കുട്ടി ഒരു വിവാഹം കഴിഞ്ഞ് ഒരു പുതിയൊരു കുടുംബത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടിയുടെ എല്ലാം ഒരു ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് തന്നെയാണ് നമ്മൾ അവിടെ മൊത്തത്തിലൊരു തടസ്സം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും നല്ലവണ്ണം. കാരണം നമ്മുടെ കുട്ടിയാണ്, നമുക്ക് കല്യാണമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് കല്യാണമല്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. പഠിക്കാൻ കഴിവുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികൾ ഉയരങ്ങളിലെത്തി നമ്മൾക്ക് പിന്നീട് അവരിൽ നിന്നും ഒരു സപ്പോർട്ടും ഒക്കെ കിട്ടുമ്പോൾ നമുക്കതിൽ തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് ഉണ്ടാവുക. ചേച്ചി പറഞ്ഞ സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിന് എടുക്കുന്നത്. തുടർന്ന് പഠിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടുള്ളത്. പക്ഷെ നീതുവിൻ്റെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിപ്പിക്കാം എന്ന് വാക്ക് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പോകുന്ന പല കുട്ടികൾക്കും ഈ ഒരു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ കല്യാണം കഴിച്ച് കൊണ്ടുപോകും. തുടർന്ന് അവർ പഠിപ്പിക്കും എന്നുള്ള നമുക്ക് യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. കൂടാതെ അത് കഴിയുമ്പോൾ കുട്ടി ഗർഭിണിയായി കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയുടെ വിദ്യാഭ്യാസം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിർത്തുകയാണ്. അതുകൂടാതെ ഈ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 വർഷം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ വീട്ടുകാരോട് നിങ്ങൾ പറയും, കുട്ടിക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ, നമുക്ക് നിയമപ്രകാരം ഇത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല, നിങ്ങളൊരു 3 വർഷം കൂടെ വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ വിവാഹം കഴിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ
നിങ്ങൾ നിയമപ്രകാരം അവരെ നിയമം പറഞ്ഞ് മനസ്സിലാക്കുക കാര്യങ്ങൾ. കാരണം ഇനി ഈ ഒരു വിവാഹം നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ വീട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം 2 വർഷത്തെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കിട്ടും. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ ഒരു വിവാഹം നടത്തുന്നതോടുകൂടി ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും. കൂടാതെ കല്യാണം കഴിക്കുന്ന പയ്യനെ സംബന്ധിച്ച് ശൈശവ വിവാഹ നിരോധന നിയമം മാത്രമല്ല, ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂടെ താമസിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് പോക്സോ നിയമം കൂടെ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം കണക്കിലെടുത്ത്, വിദ്യാഭ്യാസം കണക്കിലെടുത്ത് നമുക്ക് നിയമവും നോക്കി നിയമം പാലിച്ചു പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം നീതുവിൻ്റെ അമ്മ പയ്യൻ്റെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കൂ കാര്യങ്ങൾ. എന്നിട്ട് ഒരു 3 വർഷത്തിൻ്റെ അപ്പുറം കല്യാണം മതി, ഈ പയ്യൻ തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് തള്ളിവെച്ച് നിങ്ങൾ ആ ഒരു 3 വർഷം കഴിയുമ്പോൾ വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ ഒരു പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിവാഹം നടക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിക്കൂ. കാരണം നമുക്ക് നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റി എല്ലാം കൊണ്ടും വലുതാണ്. അപ്പം നീതുവിൻ്റെ അമ്മ ആലോചിക്കൂ, നമുക്ക് ഈ ഒരു വിവാഹം വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടീച്ചർ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കുന്നു. ഞാൻ പരമാവധി അതിനോട് യോജിക്കുന്നു. ഞാൻ മാക്സിമം ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. വളരെ നല്ലത്.